Hi, good morning, good afternoon, good evening. I don't know what time you're listening. So, കേരളത്തിലെ 3,33,33,333 സഹോദരന്മാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, 2000 ഡിസംബർ 12 ഇടുക്കിയിൽ മേലുകാവിൽ ഒരു ഭൂകമ്പമുണ്ടായി. അത് മുതൽ ഇന്ന് വരെ ഏകദേശം 2000-ൽ പരം ഒഫീഷ്യൽ റെഡ് അലേർട്ടിൽ നിന്ന് ഞാൻ മുല്ലപ്പെരിയാർ ഡാമിനെ സന്ദർശിച്ചു കഴിഞ്ഞു സൗജന്യമായിട്ട്. ഇത് മോദി ഉൾപ്പെടെയുള്ള 543 ലോക്സഭാ എം പിയോ 245 രാജ്യസഭാ എം പിയോ 4127 MLA മാരോ സുപ്രീം കോടതി കെട്ടിടത്തിലെ ജഡ്ജിയോ ഹൈക്കോടതി കെട്ടിടത്തിലെ ജഡ്ജിയോ ജനങ്ങളുടെ ടാക്സ് ശമ്പളമായി വാങ്ങുന്ന ജില്ലാ കളക്ടർമാരോ നിങ്ങൾ ഒരു തവണയെങ്കിലും മുല്ലപ്പെരിയാർ ഡാം സന്ദർശിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ ടെക്നോളജീസ് ഒക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അടിയിലുള്ള ചിത്രങ്ങൾ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നില്ല? സാറ്റലൈറ്റുകൾ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച്, അത്തരം ടെക്നോളജീസ് ഉപയോഗിച്ച് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. 884 മീറ്റർ ഉയരമുള്ള മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഭൂകമ്പത്തിലും സുനാമിയിലും ഏഷ്യയിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സെസ്മോളജി റിപ്പോർട്ട് പ്രകാരം മുല്ലപ്പെരിയാർ ഡാം തകർന്നു കഴിഞ്ഞാൽ ഭൂകമ്പം ഉണ്ടാകും, അതിനെ തുടർന്ന് സുനാമി ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏഷ്യയിലെ 34 രാജ്യങ്ങളിൽ, ഇന്ത്യയിലെ 12 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഏഷ്യയിൽ മാത്രം 333 കോടി ജനങ്ങൾ ജലസമാധിയാകും. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി ഏകദൈവം അഭിലാഷ്. താങ്ക് യു. വൺ ആൻഡ് ഓൺലി പീസ്. ഓക്കെ. സോ ഞാനിനി മുല്ലപ്പെരിയാർ രക്ഷിക്കണോ വേണ്ടയോ ജനങ്ങൾ പറയുക. ഞാനാണ് ദൈവം. താങ്ക് യു.